മഹാഭാരത കർത്താവായ വേദവ്യാസന്റെ അച്ഛൻ പരാശരൻ എന്ന മഹാമുനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി പറയാം. പരാശരൻ വസിഷ്ഠ മഹർഷിയുടെ മൂത്ത പുത്രനായിരുന്നു ശക്തി. അദ്ദേഹം ഒരു തപോധനനായിരുന്നു. ശക്തി ഒരിക്കൽ കൺമാശപാതൻ എന്ന രാജാവിനെ "നീ മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസനായി തീരട്ടെ" എന്ന് ശപിച്ചു. അതവസാനം ശക്തിക്ക് തന്നെ വിനയായി ഭവിച്ചു. വസിഷ്ഠനോട് ഒടുങ്ങാത്ത വിദ്വേഷമുള്ള ആളായിരുന്നു വിശ്വാമിത്ര മഹർഷി. അദ്ദേഹത്തിൻ്റെ പ്രേരണയ്ക്ക് വംശംവദനായ കൺമാശപാതൻ ശക്തിയെ തന്നെ കൊന്നു തിന്നു. പിന്നീട് ശക്തിയുടെ സഹോദരന്മാരെയും വകവരുത്തി. അങ്ങനെ വസിഷ്ഠന് തൻ്റെ എല്ലാ പുത്രന്മാരെയും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ജീവിതാശ നശിച്ചു. പല പ്രാവശ്യവും ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെട്ടു. എന്നാൽ മഹാതപസ്വിയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനുമായ ആ മുനിശ്രേഷ്ഠൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയില്ല. ശക്തിയുടെ ഭാര്യയായിരുന്നു അദൃശ്യന്തി. പുത്രന്മാരുടെ മരണശേഷം ദുഃഖിതനായ വസിഷ്ഠൻ അദൃശ്യന്തിയോടൊപ്പം ആശ്രമത്തിൽ പാർത്തുവന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അശരീരി പോലെ ആരോ വേദധ്യാനം ചെയ്യുന്ന ശബ്ദം കേട്ടു. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ അദ്ദേഹം ചുറ്റുപാടും നോക്കി, കാതോർത്തു. അപ്പോൾ അദൃശ്യന്തി പറഞ്ഞു, "അച്ഛൻ ആശ്ചര്യപ്പെടേണ്ട. അങ്ങയുടെ പുത്രനായ ശക്തിയുടെ സന്താനം എൻ്റെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ശിശുവിൻ്റെ വേദധ്യാനമാണ് അങ്ങ് കേട്ടത്." വസിഷ്ഠൻ സന്തോഷിച്ചു. വംശവൃദ്ധിക്കായി ഒരു സന്താനമുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. അദൃശ്യന്തി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുട്ടിക്ക് പരാശരൻ എന്നു പേരിട്ടു. പുത്രശോകം നിമിത്തം പരശുവായ വസിഷ്ഠനെ നിയന്ത്രിച്ചതുകൊണ്ടാണ് പരാശരൻ എന്ന പേരു നൽകിയത്. പരാശരൻ ജന്മസമയത്തു തന്നെ മഹാപണ്ഡിതനായിരുന്നു. ഋഗ്വേദത്തിലെ പല സൂക്തങ്ങളും പിൽക്കാലത്ത് അദ്ദേഹം രചിക്കുകയുണ്ടായി.